ഡാമുകൾക്ക് സമീപത്തെ ക്വാറികൾക്ക് ബഫർ സോൺ പ്രഖ്യാപിച്ച ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാൻ നിർദ്ദേശം. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ നിർദ്ദേശം നൽകിയത്. ഡാമുകൾക്ക് സമീപത്തെ ക്വാറികൾക്ക് 200 മുതൽ 300 മീറ്റർ വരെയാണ് ബഫർ സോൺ പ്രഖ്യാപിച്ചിരുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, നേരത്തെ ചർച്ചയായതാണ് ഈ നിർദ്ദേശവും ഉത്തരവും ഒക്കെ. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? വിജയകുമാർ, 2025 ജനുവരി 20-നാണ് സംസ്ഥാനത്തെ ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് ജലവിഭവ വകുപ്പ് ഉത്തരവിറക്കിയത്. ഇതിനൊപ്പം ഡാമിന് സമീപം പ്രവർത്തിക്കുന്ന ചെറിയ ക്വാറികൾക്ക് 200 മീറ്റർ ദൂരപരിധി ബഫർ സോണും ഒപ്പം തന്നെ വലിയ ഡാമുകളുടെ സമീപം പ്രവർത്തിക്കുന്ന ക്വാറികൾക്ക് 300 മീറ്റർ ബഫർ സോണും പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭയിൽ ഈ വിഷയം ചർച്ചയായപ്പോൾ തുടർന്ന് ഡാമുകൾക്ക് ചുറ്റുമുള്ള ബഫർ സോൺ തീരുമാനം ജലവിഭവ വകുപ്പ് പിൻവലിക്കുന്നതായി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ക്വാറികളുടെ കാര്യത്തിലെ ബഫർ സോൺ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുകയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാറയും മെറ്റലും മറ്റും ലഭിക്കാത്ത സാഹചര്യത്തെ തുടർന്ന് ഇപ്പോൾ ഈ നിർദ്ദേശവും പിൻവലിക്കുന്നു എന്നാണ് ഇപ്പോൾ ജലവിഭവ വകുപ്പ് അറിയിക്കുന്നത്. 2025 ജനുവരി 20-ന് പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിക്കും. അതോടുകൂടി ഈ ഡാമുകൾക്ക് സമീപത്തുള്ള ക്വാറികൾക്ക് പ്രവർത്തിക്കാൻ ജലവിഭവ വകുപ്പിൻ്റെ NOC വേണമെന്ന നിർദ്ദേശം കൂടി ഇല്ലാതാകും. ഇന്നോ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ ജലവിഭവ വകുപ്പ് അറിയിക്കുന്നത്. ശ്രീജിത്ത്, ഈ മഴ വരുന്നു എന്നൊരു പ്രശ്നം ഈ ഘട്ടത്തിൽ ജലവിഭവ വകുപ്പിന് ബാധകമല്ലേ? ഇപ്പോൾ പല ജില്ലകളിലും റെഡ് അലേർട്ടൊക്കെ വരുമ്പോൾ ക്വാറികളുടെ പ്രവർത്തനം ആകെ നിർത്തിവെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശം വരുമ്പോൾ മഴക്കാലമാണ്, കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് തന്നെ ഉണ്ട് നേരത്തെ തന്നെ. അപ്പോഴത് ഈ ഘട്ടത്തിൽ പരിഗണനാ വിഷയമല്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, ക്വാറികൾക്ക് പ്രവർത്തനാനുമതി കനത്ത മഴ സമയത്ത് കളക്ടർമാർ ഇടപെട്ട് അത് ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാറുണ്ട്. എന്നാൽ ഇത് വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഡാമുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന ക്വാറികൾക്ക് നിലവിൽ പ്രവർത്തിക്കാൻ ജലവിഭവ വകുപ്പിൻ്റെ NOC വേണമായിരുന്നു. ഈ ബഫർ സോൺ ഉത്തരവ് നിലവിലുള്ളതുകൊണ്ട്. എന്നാൽ ഈ ബഫർ സോൺ ഉത്തരവ് നിലനിൽക്കുന്ന മൂലം ക്വാറികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുമൂലം നിർമ്മാണ സാമഗ്രികളുടെ വില കൂടുന്നു. നിർമ്മാണ സാമഗ്രികൾ ആളായ പാറയും മെറ്റലും മറ്റും ലഭിക്കുന്നില്ല തുടങ്ങിയ പരാതികൾ കണക്കിലെടുത്താണ് ഈ പുതിയ തീരുമാനമെന്നാണ് ജലവിഭവ വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ വിജയകുമാർ സൂചിപ്പിച്ച പോലെയുള്ള പ്രശ്നം ഗൗരവതരമായുണ്ട്. ക്വാറികൾക്ക് യഥേഷ്ടം പ്രവർത്തനാനുമതി ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ബഫർ സോൺ ഉത്തരവ് പിൻവലിക്കുന്നതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. യെസ്, ഡാമുകൾക്ക് സമീപത്തെ ക്വാറികൾക്ക് 200 മുതൽ 300 മീറ്റർ വരെയായിരുന്നു ബഫർ സോൺ പ്രഖ്യാപിച്ചിരുന്നത്. ആ നിർദ്ദേശമാണ് ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. ഉത്തരവാണ് ഇപ്പോൾ അടിയന്തരമായി പിൻവലിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകിയത്. വിശദാംശങ്ങളാണ് ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നൽകിയത്.